ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഇസ്രായേലിനെ അമേരിക്കയുടെ വളർത്തുമൃഗങ്ങളെന്ന് വിശേഷിപ്പിച്ച അരാക്ചി അവരെ നിയന്ത്രിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ വളരെ വ്യക്തവും എല്ലാവർക്കും കാണാൻ കഴിയുന്നതുമാണ്. ടെല്ലവീവിലെ തങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വായ മൂടിക്കെട്ടാൻ US പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. അവർ തങ്ങളുടെ യജമാനന്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവർക്ക് എങ്ങനെ പെരുമാറണമെന്ന് ഇറാൻ പഠിപ്പിച്ചു കൊടുക്കുമെന്നും അരാക്ചി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇറാനിയൻ ജനത ചർച്ചകളിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നല്ല കച്ചവടക്കാരാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പരിഹസിച്ചിരുന്നു. അതോടൊപ്പം ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ ഒരു കാലത്തും അനുവദിക്കില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് വധിക്കാൻ പോകുന്നവരുടെ പട്ടികയിലുണ്ടെന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു. ഇതിന് മറുപടിയായാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണം ഉണ്ടായത്. തങ്ങളുടെ ജനങ്ങൾക്കോ നേതൃത്വത്തിനോ എതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഭീഷണിക്കും ഉടനടിയുള്ള ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അബ്ബാസ് അരാക്ചി ആവർത്തിച്ച് വ്യക്തമാക്കി. അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് യുദ്ധസമാനമായ അന്തരീക്ഷമാണ് മേഖലയിൽ സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, ഏറെ നാളത്തെ പരിശ്രമത്തിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ ഉരുത്തിരിഞ്ഞ സമാധാന ശ്രമം വീണ്ടും പാളുന്നതായിട്ടാണ് സൂചന. അമേരിക്കയുടെ ആക്രമണവും ഇറാന്റെ തിരിച്ചടിയും ശക്തമായ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായത്. ചർച്ചകൾക്കായി ദോഹയിലെത്തിയ അമേരിക്കൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ചയില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. 2 ആഴ്ച മുൻപ് ഒപ്പിട്ട വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ ആദ്യം നടപ്പാക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് ചർച്ചകളിലേക്ക് കടക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ പക്ഷവുമായി ഒരു തരത്തിലുള്ള ചർച്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ആഴ്ച ഇറാന്റെ വിദഗ്ധ സംഘം ദോഹയിലെത്തുന്നത് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ, പ്രത്യേകിച്ചും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 11 നടപ്പാക്കൽ വിലയിരുത്താനാകും. അമേരിക്കൻ പ്രതിനിധികൾ ഖത്തറിലെത്തിയാലും അത് ഇറാൻ സംഘത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടതല്ല. അന്തിമ കരാറിലേക്കുള്ള ചർച്ചകൾ ഇതുവഴി ആരംഭിച്ചിട്ടില്ല. ധാരണാപത്രത്തിലെ പ്രധാന വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പായതിനു ശേഷമേ സമഗ്ര കരാർ ചർച്ചകൾ തുടങ്ങാനാകൂ എന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ആവശ്യമെന്ന് കണ്ടാൽ ഇറാനെ വീണ്ടും ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. 2006 ലെബനൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത 2 ശക്തമായ ആക്രമണങ്ങൾ ഞങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞു. ഇനി ആവശ്യമായി വരികയാണെങ്കിൽ മൂന്നാമതൊരു തവണ കൂടി ഞങ്ങൾ ഇറാനെ ആക്രമിക്കുക തന്നെ ചെയ്യുമെന്നും കാറ്റ്സ് പറഞ്ഞു. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ഇസ്രായേൽ സൈന്യം ലെബനൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ അതിർത്തികളിലെ ജനവാസ മേഖലകൾക്ക് നേരെയുള്ള ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനാണ് ഈ നടപടിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. US-മായുള്ള ഇറാന്റെ സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന മേഖലയിലെ യുദ്ധഭീതി വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.